ഈ സ്വഭാവമുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ പറ്റിയിട്ടാണ്. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഭാഗ്യവാനാണ്. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയും നിങ്ങൾ ശ്രമിക്കുക. ഒട്ടും സമയകാലത്തിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നവർ, നമ്മൾ എന്തെങ്കിലും കുറച്ച് സമയത്തേക്ക് മിണ്ടാതിരിക്കുകയോ മൂഡ് ഓഫായി ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് വന്നിട്ട് നീ ഓക്കെ അല്ലേ, എന്താ നിനക്ക് പറ്റിയത്, ഇത്തരത്തിലൊക്കെ ചോദിക്കുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ തീർച്ചയായും നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നതാണ് അർത്ഥം. അതുകൊണ്ട് മാത്രമാണ് അവർ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ വിജയം ആഘോഷിക്കുന്നവർ, നമുക്ക് വിജയമുണ്ടാകുന്ന സമയത്ത് നമ്മളെ ഓർത്ത് അസൂയപ്പെടാതെ നമ്മളെ കൂടെ സന്തോഷിക്കുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ നമ്മുടെ വിജയത്തിൽ വളരെയധികം അസൂയായിരിക്കും ഉണ്ടാവുക. അവർ നമ്മുടെ മുമ്പിൽ നിന്നും ചിരിച്ച് അഭിനയിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള അസൂയായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ആൾക്കാരെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ വിജയത്തിൽ വളരെ ജെന്യുവിനായി തന്നെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. നിങ്ങൾ ഏത് സമയവും വിളിച്ചാലും ഓടിയെത്തുന്നവർ, നിങ്ങൾ ഏത് സമയത്തും ഏത് സിറ്റുവേഷനിൽ അകപ്പെട്ടാലും ആദ്യം തന്നെ വിളിക്കാനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെയായിരിക്കും ഓർമ്മ വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ വിളിച്ചാലും അവർ ഓടിയെത്തുകയും ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും പോയി രാത്രിയൊക്കെ ബസ് സ്റ്റാൻഡിലും മറ്റും എത്തിയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമുക്ക് ആദ്യം വിളിക്കാൻ ഓർമ്മ വരിക ഇത്തരത്തിലുള്ള ആൾക്കാരെയായിരിക്കും. അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും തന്നെ വിട്ടുകളയാതെയും നോക്കുക. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ വിളിക്കാത്തവർ ചിലരൊക്കെ ഉണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മളെ അവർ സമീപിക്കുന്നത്. അവർക്ക് പൈസ കടം വേണം, അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യം നിറവേറ്റിയെടുക്കാൻ വേണ്ടി മാത്രം നമ്മളെ സമീപിക്കും. നമ്മളോട് അധികം അടുക്കും. അവരുടെ ആവശ്യങ്ങൾ പിന്നെ നമ്മുടെ മൈൻഡ് പോലും ചെയ്യില്ല. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ഉള്ളത് വളരെ മോശമായ കാര്യം തന്നെയാണ്. പക്ഷേ ചിലരൊക്കെ ഉണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ. ഏത് സിറ്റുവേഷനിലും നമ്മൾ വിളിച്ചാലും അവർ വരും. അതുപോലെ തന്നെ അവർ നമ്മളെയും വിളിക്കും. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ജീവിതത്തിൽ മുന്നോട്ടും കൊണ്ടുപോവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. മറ്റൊരു നല്ല വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണാം.